ഹലോ നമസ്കാരം, എൻ്റെ പേര് അഞ്ജന. വെൽക്കം ടു ലേണിനോ. സോ നമുക്ക് 15th to 21st മാർച്ച് 2024 കറണ്ട് അഫയേഴ്സ്, അതായത് തേർഡ് വീക്ക് ഓഫ് മാർച്ച് 2024 കറണ്ട് അഫയേഴ്സാണ് നമ്മളിന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ഓക്കെ, സോ നമുക്ക് ഐശ്വര്യമായിട്ട് ഡിസ്കഷനിലോട്ട് കടക്കാം. ക്വസ്റ്റ്യൻ നമ്പർ 1, 2024 ലോക വൃക്കാ ദിനം എന്നാണ്. അതായത് ലോക വൃക്കാ ദിനം എന്നാണ് 2024. അതാണ് ക്വസ്റ്റ്യൻ. നമ്മുടെ ആൻസറാണ് മാർച്ച് 14. എല്ലാ വർഷവും മാർച്ചിലെ 2ാമത്തെ വ്യാഴാഴ്ചയിലാണ് ലോക വൃക്കാ ദിനമായിട്ട് ആചരിക്കുന്നത്. സോ എല്ലാ വർഷവും മാർച്ചിലെ 2ാമത്തെ വ്യാഴാഴ്ച വരുന്നത് ഈ വർഷം മാർച്ച് 14. സോ മാർച്ച് 14 2024 ലോക വൃക്കാ ദിനം. സോ 2ാമത്തെ ക്വസ്റ്റ്യൻ, 2024 ലോക വൃക്കാ ദിനത്തിൻ്റെ പ്രമേയം, തീം എന്താണ്? ആരോഗ്യമുള്ള വൃക്കകൾ എല്ലാവർക്കും, രോഗപ്രതിരോധം മുതൽ നിർണയം വരെ തുല്യ പരിരക്ഷണത്തിൻ്റെ ലഭ്യത. അതാണ് 2024 ലോക വൃക്കാ ദിനത്തിൻ്റെ പ്രമേയം. ഓക്കെ, സോ ഇനി തേർഡ് ക്വസ്റ്റ്യൻ, 2024 മാർച്ചിൽ രാജസ്ഥാനിലെ പൊക്രാനിൽ നടന്ന ഇന്ത്യൻ കര വ്യോമ നാവികസേന സംയുക്ത സൈനിക അഭ്യാസത്തിൻ്റെ പേര്. അതായത് ട്രൈലാറ്ററൽ എക്സസൈസ്, അതായത് ഇന്ത്യൻ കരസേന, വ്യോമസേന, നാവികസേന ഇവർ മൂന്നിൻ്റെയും സംയുക്ത സൈനിക അഭ്യാസത്തിൻ്റെ പേര് എന്താണെന്നാണ് നമ്മുടെ ക്വസ്റ്റ്യൻ. ഭാരത് ശക്തി എന്നാണ്. ഓക്കെ, സോ രാജസ്ഥാനിലെ പൊക്രാനിൽ വെച്ചിട്ടാണ് നടന്നതെന്നുള്ളത് ഓർത്ത് വയ്ക്കുക, ഭാരത് ശക്തി. ഇനി ഫോർത്ത് ക്വസ്റ്റ്യൻ, വിഖ്യാത കൊളംബിയൻ നോവലിസ്റ്റ് ഗബ്രിയേൽ ഗാർഡിയ മാർക്കേസിൻ്റെ അവസാനത്തെ നോവൽ. വിഖ്യാത കൊളംബിയൻ നോവലിസ്റ്റ് ഗബ്രിയേൽ ഗാർഡിയ മാർക്കേസിൻ്റെ അവസാന നോവലിൻ്റെ പേര് ഓഗസ്റ്റ് വരെ, അൺടിൽ ഓഗസ്റ്റ്. ഓക്കെ, ഇനി ഫിഫ്ത്ത് ക്വസ്റ്റ്യൻ, ശ്രീനാരായണ ഗുരുവിൻ്റെ ജീവിതത്തെ ആസ്പദമാക്കി KG ജ്യോതിർ ഘോഷ് രചിച്ച പുസ്തകത്തിൻ്റെ പേര് ഗുരു തിരിച്ചു വന്നപ്പോൾ. ശ്രീനാരായണ ഗുരുവിൻ്റെ ജീവിതത്തെ ആസ്പദമാക്കി KG ജ്യോതിർ ഘോഷ് രചിച്ച പുസ്തകത്തിൻ്റെ പേര് ഗുരു തിരിച്ചു വന്നപ്പോൾ. ഇനി ആറാമത്തെ ക്വസ്റ്റ്യൻ, പുസ്തക വായനയ്ക്കും പത്രവായനയ്ക്കുമായി സ്കൂളുകളിൽ പ്രത്യേക പീരിയഡ് ഏർപ്പെടുത്തുന്ന സംസ്ഥാനം കേരളം. പുസ്തക വായനയ്ക്കും പത്രവായനയ്ക്കുമായി സ്കൂളുകളിൽ പ്രത്യേക പീരിയഡ് ഏർപ്പെടുത്തുന്ന സംസ്ഥാനം കേരളം. സെവൻത് ക്വസ്റ്റ്യൻ, ഗർഭഛിദ്രം നടത്താനുള്ള സ്ത്രീകളുടെ സ്വാതന്ത്ര്യത്തെ ഭരണഘടനാപരമായി അവകാശമാക്കിയ ആദ്യ രാജ്യം ഏതാണ്? ഫ്രാൻസ് ആണ്. ഓക്കെ, ഗർഭഛിദ്രം നടത്താനുള്ള സ്ത്രീകളുടെ സ്വാതന്ത്ര്യത്തെ ഭരണഘടനാപരമായ അവകാശമാക്കിയ ആദ്യ രാജ്യം ഫ്രാൻസ്. ഇനി എയ്ത്ത് ക്വസ്റ്റ്യൻ, മലയാള സിനിമാ ചരിത്രത്തിൽ ഏറ്റവും കൂടുതൽ ബോക്സ് ഓഫീസ് കളക്ഷൻ നേടിയ മലയാള ചിത്രം മഞ്ഞുമൽ ബോയ്സ് ആണ്. 2018 എന്ന സിനിമയുടെ റെക്കോർഡാണ് തകർത്തത്. ഓക്കെ, മലയാള സിനിമാ ചരിത്രത്തിലെ ഏറ്റവും കൂടുതൽ ബോക്സ് ഓഫീസ് കളക്ഷൻ നേടിയ മലയാള ചിത്രം മഞ്ഞുമൽ ബോയ്സ് 2018 എന്ന സിനിമയുടെ റെക്കോർഡാണ് തകർത്തത്. ഇനി നയൻത് ക്വസ്റ്റ്യൻ, കേരളത്തിൽ അതിഥി തൊഴിലാളികൾക്കുള്ള ആദ്യത്തെ ഹെൽപ്പ് ഡെസ്ക് നിലവിൽ വന്നത് ശ്രീകാര്യം, തിരുവനന്തപുരം. കേരളത്തിൽ അതിഥി തൊഴിലാളികൾക്കുള്ള ആദ്യത്തെ ഹെൽപ്പ് ഡെസ്ക് നിലവിൽ വന്നത് ശ്രീകാര്യം, തിരുവനന്തപുരം. സാക്ഷരതാ മിഷൻ നടത്തുന്ന ചങ്ങാതി പദ്ധതിയുടെ ഭാഗമായിട്ടുള്ള ഹെൽപ്പ് ഡെസ്കിൽ തൊഴിലാളികൾക്ക് ആവശ്യമായ സേവനങ്ങൾ നൽകും. ഓക്കെ, ഇനി 10th ക്വസ്റ്റ്യൻ, 2024 വർഷത്തെ സന്തോഷ് ട്രോഫി ഫുട്ബോൾ ടൂർണമെൻറ്റ് ജേതാക്കൾ സർവീസസ് ആണ്. 2024 വർഷത്തെ സന്തോഷ് ട്രോഫി ഫുട്ബോൾ ടൂർണമെൻറ്റ് ജേതാക്കൾ. ഇനി 11th ക്വസ്റ്റ്യൻ, ടെസ്റ്റ് ബൗളിംഗ് റാങ്കിങ്ങിൽ 1ാം സ്ഥാനത്തെത്തിയ ഇന്ത്യൻ താരം R അശ്വിൻ. ടെസ്റ്റ് ബൗളിംഗ് റാങ്കിങ്ങിൽ 1ാം സ്ഥാനത്തെത്തിയ ഇന്ത്യൻ താരം R അശ്വിൻ. ഇനി 12th ക്വസ്റ്റ്യൻ, 100ാം ടെസ്റ്റിലെ ഒരു ബൗളറുടെ മികച്ച ബൗളിംഗ് ഫിഗർ നേട്ടം R അശ്വിൻ സ്വന്തമാക്കിയത് ആരുടെ റെക്കോർഡ് മറികടന്നാണ്? മുത്തയ്യ മുരളീധരൻ്റെ റെക്കോർഡ്. ഓക്കെ, 100ാം ടെസ്റ്റിലെ ഒരു ബൗളറുടെ മികച്ച ബൗളിംഗ് ഫിഗർ നേട്ടം R അശ്വിൻ സ്വന്തമാക്കിയത് ആരുടെ റെക്കോർഡ് മറികടന്നാണ്? മുത്തയ്യ മുരളീധരൻ. ഇനി 13th ക്വസ്റ്റ്യൻ, മെൻ്റൽ സ്റ്റേറ്റ് ഓഫ് വേൾഡ് റിപ്പോർട്ട് അനുസരിച്ച് ലോകത്തെ അസന്തുഷ്ട രാജ്യങ്ങളുടെ പട്ടികയിൽ ഇന്ത്യയുടെ സ്ഥാനം 11. ഓക്കെ, മെൻ്റൽ സ്റ്റേറ്റ് ഓഫ് വേൾഡ് റിപ്പോർട്ട് അനുസരിച്ച് ലോകത്തെ അസന്തുഷ്ട രാജ്യങ്ങളുടെ പട്ടികയിൽ ഇന്ത്യയുടെ സ്ഥാനം 11. ഇനി 14th ക്വസ്റ്റ്യൻ, ജാർഖണ്ഡ് മുഖ്യമന്ത്രി ചമ്പൈ സോറൻ. പുതിയ മുഖ്യമന്ത്രിയാണ് ജാർഖണ്ഡ് മുഖ്യമന്ത്രി ചമ്പൈ സോറൻ.
ഇനി 15th ക്വസ്റ്റ്യൻ 2024 മാർച്ച് പ്രകാരം ICC ക്രിക്കറ്റിൻ്റെ 3 ഫോർമാറ്റിലും ഒന്നാമതുള്ള രാജ്യം ഇന്ത്യ. 2024 മാർച്ച് പ്രകാരം ICC ക്രിക്കറ്റിൻ്റെ 3 ഫോർമാറ്റിലും ഒന്നാമതുള്ള രാജ്യം ഇന്ത്യ. ഇനി 16th ക്വസ്റ്റ്യൻ നയരൂപീകരണം കൂടുതൽ കാര്യക്ഷമമാക്കാൻ സംസ്ഥാനങ്ങളുടെ ബന്ധപ്പെട്ട വിവരശേഖരണം ഉൾപ്പെടുത്തി നീതി ആയോഗ് ആരംഭിച്ച പോർട്ടലിൻ്റെ പേരാണ് നീതി ഫോർ സ്റ്റേറ്റ്സ്. നയരൂപീകരണം കൂടുതൽ കാര്യക്ഷമമാക്കാൻ സംസ്ഥാനങ്ങളുമായി ബന്ധപ്പെട്ട വിവരശേഖരണം ഉൾപ്പെടുത്തി നീതി ആയോഗ് ആരംഭിച്ച പോർട്ടലിൻ്റെ പേരാണ് നീതി ഫോർ സ്റ്റേറ്റ്സ്. ഇനി 17th ക്വസ്റ്റ്യൻ വ്യോമാതിർത്തിയിൽ എത്തുന്ന ഡ്രോൺ പോലുള്ള നുഴഞ്ഞുകയറ്റങ്ങളെ വെടിവെച്ചു വീഴ്ത്താൻ UK പ്രതിരോധ സേന വികസിപ്പിച്ച അത്യാധുനിക ലേസർ ആയുധത്തിൻ്റെ പേരാണ് ഡ്രാഗൺ ഫയർ. വ്യോമാതിർത്തിയിൽ എത്തുന്ന ഡ്രോൺ പോലുള്ള നുഴഞ്ഞുകയറ്റങ്ങളെ വെടിവെച്ചു വീഴ്ത്താൻ UK പ്രതിരോധ സേന വികസിപ്പിച്ച അത്യാധുനിക ലേസർ ആയുധം ഡ്രാഗൺ ഫയർ. ഇനി 18th ക്വസ്റ്റ്യൻ 2024 മാർച്ച് പോർച്ചുഗൽ ഫൻറ്റാസ് പോർട്ടോ രാജ്യാന്തര ചലച്ചിത്ര മേളയിൽ മികച്ച നടനായി തിരഞ്ഞെടുക്കപ്പെട്ടത് ടൊവിനോ തോമസ് ആണ്. 2024 മാർച്ച് പോർച്ചുഗൽ ഫൻറ്റാസ് പോർട്ടോ രാജ്യാന്തര ചലച്ചിത്രമേളയിൽ മികച്ച നടനായി തിരഞ്ഞെടുക്കപ്പെട്ടത് ടൊവിനോ തോമസ് ആണ്. ഡോക്ടർ ബിജു സംവിധാനം ചെയ്ത അദൃശ്യജാലകങ്ങൾ എന്ന ചിത്രത്തിലെ അഭിനയത്തിനാണ് പുരസ്കാരം ലഭിച്ചത്. ഇനി 19th ക്വസ്റ്റ്യൻ ഇന്ത്യയിലെ ആദ്യത്തെ ഇൻഡോർ അത്ലറ്റിക്സ് സെൻറ്റർ നിലവിൽ വന്നത് ഭുവനേശ്വർ ഒഡീസയിലാണ്. ഇന്ത്യയിലെ ആദ്യത്തെ ഇൻഡോർ അത്ലറ്റിക്സ് സെൻറ്റർ നിലവിൽ വന്നത് ഭുവനേശ്വർ ഒഡീസ. ഇനി 20th ക്വസ്റ്റ്യൻ ആണ് 2024 ഫ്രഞ്ച് ഓപ്പൺ ബാഡ്മിൻ്റൺ പുരുഷ ഡബിൾസിൽ കിരീടം നേടിയ ഇന്ത്യൻ സഖ്യം സാത്വിക് സായിരാജ് ചിരാഗ് ഷെട്ടി സഖ്യം. ഓക്കെ, 2024 ഫ്രഞ്ച് ഓപ്പൺ ബാഡ്മിൻ്റൺ പുരുഷ ഡബിൾസിൽ കിരീടം നേടിയ ഇന്ത്യൻ സഖ്യം സാത്വിക് സായിരാജ് ചിരാഗ് ഷെട്ടി സഖ്യം. ഇനി 21st ക്വസ്റ്റ്യൻ ദേശീയ പട്ടികജാതി കമ്മീഷൻ്റെ 7ാമത് ചെയർമാനായി ചുമതലയേറ്റത് കിഷോർ മക്വാന. ദേശീയ പട്ടികജാതി കമ്മീഷൻ്റെ 7ാമത് ചെയർമാനായി ചുമതലയേറ്റത് കിഷോർ മക്വാന. ഇനി 22nd ക്വസ്റ്റ്യൻ പാകിസ്ഥാൻ്റെ എത്രാമത്തെ പ്രസിഡൻ്റായിട്ടാണ് ആസിഫ് അലി സർദാരി തിരഞ്ഞെടുക്കപ്പെട്ടത്? 14ാമത്. പാകിസ്ഥാൻ്റെ എത്രാമത്തെ പ്രസിഡൻ്റായിട്ടാണ് ആസിഫ് അലി സർദാരി തിരഞ്ഞെടുക്കപ്പെട്ടത്? 14ാമത് പ്രസിഡൻ്റായിട്ട്. ഇനി 23ാമത്തെ ക്വസ്റ്റ്യൻ ഇന്ത്യയിലെ ആദ്യ 8 വരി എലവേറ്റഡ് ഹൈവേ ദ്വാരക എക്സ്പ്രസ് വേ ഡൽഹി വിമാനത്താവളത്തെയും ഗുരുഗ്രാം ബൈപ്പാസിനെയും ബന്ധിപ്പിക്കുന്നു. ഇന്ത്യയിലെ ആദ്യ 8 വരി എലവേറ്റഡ് ഹൈവേ ദ്വാരക എക്സ്പ്രസ് വേ ഡൽഹി വിമാനത്താവളത്തെയും ഗുരുഗ്രാം ബൈപ്പാസിനെയും ബന്ധിപ്പിക്കുന്നു. ഇനി 24th ക്വസ്റ്റ്യൻ പൗരത്വ നിയമത്തിലെ വിവാദമായ വ്യവസ്ഥകൾക്കെതിരെ പ്രമേയം പാസാക്കിയ ആദ്യ നിയമസഭ കേരളം. പൗരത്വ നിയമത്തിലെ വിവാദമായ വ്യവസ്ഥകൾക്കെതിരെ പ്രമേയം പാസാക്കിയ ആദ്യ നിയമസഭ കേരളം. ഇനി 25th ക്വസ്റ്റ്യൻ 2024 മാർച്ചിൽ നിലവിൽ വന്ന അരുണാചൽ പ്രദേശിലെ 27ാമത്തെ ജില്ല ബൈംചം എന്നാണ്. 2024 മാർച്ചിൽ നിലവിൽ വന്ന അരുണാചൽ പ്രദേശിലെ 27ാമത്തെ ജില്ല ബൈംചം. ഇനി 26th ക്വസ്റ്റ്യൻ ലോകത്തെ ഏറ്റവും കൂടുതൽ ഡൗൺലോഡ് ചെയ്യപ്പെട്ട ആപ്പ് ഇൻസ്റ്റാഗ്രാം. ലോകത്തെ ഏറ്റവും കൂടുതൽ ഡൗൺലോഡ് ചെയ്യപ്പെട്ട ആപ്പ് ഇൻസ്റ്റാഗ്രാം. ഇനി 27th ക്വസ്റ്റ്യൻ 2024 മാർച്ചിൽ ഉദ്ഘാടനം ചെയ്ത ലോകത്തിലെ ഏറ്റവും നീളം കൂടിയ ഇരട്ട വരി തുരങ്കപാത സെല ടണൽ അരുണാചൽ പ്രദേശ്. സെല ടണലാണ് അരുണാചൽ പ്രദേശിലാണ് സ്ഥിതി ചെയ്യുന്നത്. 2024 മാർച്ചിൽ ഉദ്ഘാടനം ചെയ്ത ലോകത്തിലെ ഏറ്റവും നീളം കൂടിയ ഇരട്ട വരി തുരങ്കപാത ഉദ്ഘാടനം ചെയ്തത് നരേന്ദ്രമോദിയാണ്. ഇനി 28ാമത്തെ ക്വസ്റ്റ്യൻ 2024 മാർച്ചിൽ ഇന്ത്യ വിജയകരമായി പരീക്ഷിച്ച മിസൈലിൻ്റെ പേരാണ് അഗ്നി 5. പരീക്ഷണത്തിന് നൽകിയിരിക്കുന്ന പേര് മിഷൻ ദിവ്യാസ്ത്ര. മിഷൻ ദിവ്യാസ്ത്രയ്ക്ക് നേതൃത്വം നൽകിയ മലയാളി വനിത ഷീന റാണി, തിരുവനന്തപുരം. ഓക്കെ, എല്ലാം ഇമ്പോർട്ടൻ്റ് ആണ്. 2024 മാർച്ചിൽ ഇന്ത്യ വിജയകരമായി പരീക്ഷിച്ച മിസൈലിൻ്റെ പേരാണ് അഗ്നി 5. സോ ഈ പരീക്ഷണത്തിന് നൽകിയിരിക്കുന്ന പേര് മിഷൻ ദിവ്യാസ്ത്ര. മിഷൻ ദിവ്യാസ്ത്രയ്ക്ക് നേതൃത്വം നൽകിയ മലയാളി വനിത ഷീന റാണി, തിരുവനന്തപുരം. സോ എല്ലാം ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആണ്. സോ ക്വസ്റ്റ്യനും ആൻസറും ഒരുമിച്ച് പഠിച്ചു പോവുക. അതുപോലെ തന്നെ പല സ്റ്റേറ്റ്സിൻ്റെ CM
ആൻഡ് ഗവർണറൊക്കെ മാറിയിട്ടുണ്ട്. സോ അതും അപ്ഡേറ്റ് ചെയ്ത് പഠിക്കാൻ ശ്രമിക്കുക. പഴയ CM പഠിച്ചിട്ട് പോകരുത്. സോ എല്ലാവരും നന്നായി പഠിക്കുക. ഓൾ ദ വെരി ബെസ്റ്റ്. താങ്ക് യു ആൻഡ് ഹാവ് എ നൈസ് ഡേ.